കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നിത കെ ഗോപാൽ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി നിത, സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കുള്ളൊരു സാധ്യതയാണ് പ്രവചിക്കുന്നത്. 6 ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് നൽകിയത്. എത്ര ദിവസം വരെ ഈ അലർട്ടുകൾ തുടരും? ഈ കോഴിക്കോട് പ്രദേശത്തൊക്കെ വളരെ ദുരിതത്തിലാണ്. ഇപ്പോൾ ഇതാ ചുരത്തിൽ മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചിരിക്കുകയാണ്. ഓറഞ്ച് അലേർട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് 5 ജില്ലകളിൽ. ഇന്നലെയും നമുക്ക് വടക്കൻ ജില്ലകളിൽ മഴ കാര്യമായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നാളെ രാവിലെ ആകുമ്പോഴേക്കും മഴയ്ക്ക് കാര്യമായ കുറവുണ്ടാകും. അതുകൊണ്ട് നാളെ യെല്ലോ അലേർട്ടുകളെ ഉണ്ടാവുകയുള്ളൂ. ഇന്നിപ്പോ പകൽ ഇടവിട്ടുള്ള മഴയായിരുന്ന പല സ്ഥലങ്ങളിലും. പിന്നെ ഇന്നത്തെ രാത്രിയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള മഴയ്ക്ക് ശമനം ഉണ്ടാകും. പിന്നെ നാളെയും കഴിഞ്ഞപ്പോൾ പിന്നെ മഴ കാര്യമായി തന്നെ കുറയും. അതിനുശേഷം നേരിയ തോതിലുള്ള മഴയും മിതമായ മഴയൊക്കെയുള്ള സാധ്യതയുള്ളൂ വരുന്ന അടുത്ത 3 ദിവസത്തേക്ക്. പിന്നെ ഈ മണ്ണിടിച്ചിലുമൊക്കെ അവിടെ തീർച്ചയായും മഴയുണ്ടായിരുന്നു. ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ നിന്നും അറിയാൻ സാധിച്ചത്. 2 ദിവസം അടുപ്പിച്ചുള്ള മഴയാണ്. അപ്പൊ അതിന്റെ ഒരു ആഘാതവും കൂടി ഉണ്ടാവും എന്നുള്ളത് വേണം പറയാനായി. പിന്നെ ഇപ്പോഴത്തെ മഴയ്ക്ക് മൺസൂൺ തുടങ്ങിയ സമയത്തുള്ള അത്രയും കാറ്റിന്റെ ശക്തിയൊന്നും, പടിഞ്ഞാറിന്റെ കാറ്റിന്റെ ശക്തിയൊന്നും അത്രയും അധികമില്ല. മേഘങ്ങളുടെ ഉയരമൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ രാത്രിയിലെ മഴയും അത്രയ്ക്കും ഭയക്കേണ്ട രീതിയിലുള്ള ആയിരിക്കില്ല എന്നുള്ളതാണ് അനുമാനിക്കുന്നത്. മേഡം, രാത്രികാലമാണ് ഭയങ്കരമായി ഭയപ്പെടുത്തുന്നത്. മുൻപ് മേഡം ഒക്കെ സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യം വരുന്നത് ഈ രാത്രികാലങ്ങളിലാണ് നിങ്ങൾ ഈ ജാഗ്രത ഏറ്റവും കൂടുതൽ പാലിക്കേണ്ടതെന്നുള്ളത്. ഈ ഇപ്രാവശ്യത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു മഴയിൽ എങ്ങനെയാണ് അതിന്റെ ഒരു സാഹചര്യം? അതെ, രാത്രിയിൽ അത് നമ്മുടെ ഭൂപ്രകൃതിയുടെ ഒരു പ്രത്യേകത കൂടി കണക്കിലാക്കിയാണ് ഈ രാത്രി കാലങ്ങളിൽ നമുക്ക് മഴ കൂടുതലുണ്ടാവും അല്ലെങ്കിൽ ജാഗ്രത കൂടുതൽ വേണമെന്ന് പറയുന്നത്. കാരണം രാത്രിയിലാണ് മേഘങ്ങളുടെ ഉയരം കൂടുകയും മഴ ശക്തി കൂടുകയും ചെയ്യുന്നത്. അപ്പൊ അത് നമ്മളുടെ ഈ മൺസൂൺ സമയത്ത് പ്രത്യേകിച്ചും നമ്മൾ ഈ തീരപ്രദേശമായതുകൊണ്ടുള്ള ഒരു പ്രത്യേകതയാണ് അത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പശ്ചിമഘട്ടത്തിന്റെ ഒരു സ്വാധീനം ഉള്ളതുകൊണ്ട് നമ്മുടെ ഭൂപ്രകൃതിയുടെ ഒരു പ്രത്യേകത കൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഈ രാത്രി കാലങ്ങളിൽ മഴ കൂടുതൽ കിട്ടുന്നത്. സൂര്യ അസ്തമിച്ചതിന് ശേഷമാണ് മേഘങ്ങളുടെ ഉയരമൊക്കെ വളരെയധികം കൂടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ ജാഗ്രത കൂടുതൽ വേണമെന്ന് പറയുന്നതിന്റെ ഒരു കാരണം. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി ഒരു താരതമ്യേന കുറവാണ്. നമ്മൾ മൺസൂൺ തുടങ്ങിയ സമയത്തൊക്കെ വളരെ ശക്തിയായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശക്തി കുറച്ച് കുറവാണ്. മേഘങ്ങളുടെ ഉയരവും വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പെയ്യുന്ന മഴയുടെ ശക്തിക്ക് അല്ലെങ്കിൽ ഇന്റൻസിറ്റിക്ക് വളരെ ഗണ്യമായ കുറവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓറഞ്ച് അലേർട്ട്, അതായത് 20 സെന്റിമീറ്റർ വരെയുള്ള മഴയാണ് മിക്കവാറും സ്ഥലങ്ങളിൽ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഓറഞ്ച് അലേർട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ രാത്രി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെയൊക്കെ ആകുമ്പോഴേക്കും മഴയ്ക്ക് കാര്യമായ കുറവുണ്ടാകും. ശരി, വളരെ നന്ദി. രാത്രി കൂടി കഴിഞ്ഞ് കിട്ടിയാൽ മതി. വളരെ നന്ദിയുണ്ട് മേഡം ഈ അവസരത്തിൽ പ്രതികരിച്ചിരിക്കുന്നതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.